ഹലോ ഫ്രണ്ട്സ്, ലക്ഷ്മീസ് എഡ്യൂ ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 18ഓളം വീഡിയോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ വളരെ പ്രശസ്തനായ വിദ്യാഭ്യാസ വിദഗ്ധനും ഐക്യരാഷ്ട്രസഭയുടെ ദുരന്ത നിവാരണ മേധാവിയുമായ ഡോക്ടർ മുരളി തുമാരൂടി സാറ് നമ്മുടെ ചാനലിൽ ഒരു സപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. എൻ്റെ സപ്പോർട്ട് ഒരു സ്റ്റാർട്ടിംഗ് യൂട്യൂബർ എന്നുള്ള രീതിയിൽ എനിക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ്. തുടർന്നും ഇതുപോലുള്ള നല്ല വീഡിയോസ് ഇടാനായിട്ടുള്ള വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണത്. സോ സാറിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിഗ് താങ്ക്സ്. നമ്മൾ SSC JEയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യായിരുന്നു, ക്വസ്റ്റ്യനിയേഴ്സ് ആയിരുന്നു. നമ്മൾ DSSും ഫ്ലൂയിഡ് മെക്കാനിക്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഒരുപാട് പേർക്ക് അത് വളരെ യൂസ്ഫുൾ ആയി എന്നുള്ള കമൻസ് കിട്ടിയായിരുന്നു. സോ തുടർന്നും ഇതുപോലുള്ള നല്ല യൂസ്ഫുൾ ആകുന്ന വീഡിയോസ് തന്നെ ഇതിലെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തരുന്ന സപ്പോർട്ട് ഇനിയും തുടരുക. അടുത്ത വീഡിയോയിൽ നമ്മൾ RCCയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ തിയറി പാർട്സും നമ്മൾ പഠിക്കുന്ന വഴി നമുക്ക് എക്സാമിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നമുക്കപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇഫ് റിക്വയർഡ് ഇൻ എ T beam will be. Options are given. Option A 0.1% of web area, option B 0.15% of web area, option C 0.02 0.03% of the web depend upon the breadth of the web, option D half of longitudinal reinforcement. ഇവിടെ ക്വസ്റ്റ്യനിൽ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം, എത്ര പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ RCCയുടെ കാര്യം പറയുമ്പോൾ എന്ത് കാര്യമാണെങ്കിലും അത് നമ്മൾ IS 456 ബേസ് ചെയ്തിട്ട് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ IS 456 നിന്ന് മാത്രമേ മേജർ ക്വസ്റ്റ്യൻസും RCCയിൽ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ടൈം ഉണ്ട്. ഇപ്പോൾ LSGD AE ഒക്കെ ഒത്തിരി ഡേറ്റ് കഴിഞ്ഞിട്ട് വരുന്ന എക്സാമാണ്. സമയം ഉണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ആ ഒരു കോഡൊന്ന് ബൈഹാർട്ട് ചെയ്യാം, ഒന്ന് ഗോ ത്രൂ ചെയ്യാം. വെറുതെ വായിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അതിലെ പോയിൻറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എഴുതി വെച്ച് പഠിക്കുക തന്നെ വേണം. കാരണം നമ്മൾ മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ്, ഒരു 95% RCCയുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് കോഡിൽ നിന്നാണ്. കോഡിലെ പ്രൊവിഷൻസാണ് അവർ ചോദിക്കുന്നത് ക്വസ്റ്റ്യനായിട്ട്. സോ അതൊന്ന് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ശ്രമിക്കുക. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആസ് പെർ IS 456 അനുസരിച്ചിട്ട് നമ്മൾ സാധാരണ ഒരു ഷാലോ ഡെപ്ത് ഉള്ള ഒരു ബീം ആണെങ്കിൽ അവിടെ കോൺക്രീറ്റിൽ മാക്സിമം വരുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് 0.0035 സ്റ്റീലിൽ വരുന്ന സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ 0.002 + 0.87 FY/ES. അതാണ് മാക്സിമം സ്ട്രെയിനിൻ്റെ വാല്യൂ. ഓക്കെ, ഷാലോ ഡെപ്തുള്ള ബീമിൻ്റെ കേസിലാണെങ്കിൽ ന്യൂട്രൽ ആക്സിസും ആ ടെൻഷൻ സോണിൽ കൊടുക്കുന്ന മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. സോ ആ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റിന് തന്നെ ടെൻഷൻ സോണിൽ വരുന്ന ക്രാക്ക് അല്ലെങ്കിൽ സ്ട്രെയിൻ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അത് ഡെപ്ത് കുറഞ്ഞ ബീമിൻ്റെ കേസിൽ, ഷാലോ ഡെപ്തുള്ള ബീമിൻ്റെ കേസിൽ. പക്ഷെ ഇപ്പോൾ ഡെപ്ത് കൂടിയ ടൈപ്പ് ഓഫ് ബീമിൻ്റെ കേസിലാണെങ്കിൽ ന്യൂട്രൽ ആക്സിസും മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റും കൊടുത്തിരിക്കുന്നത് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. സോ ആ ഏരിയയിൽ വരുന്ന ടെൻഷൻ ക്രാക്കിന് റെസിസ്റ്റ് ചെയ്യാനായിട്ട് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റിന് പറ്റില്ല. സോ അവിടെ എന്ത് ചെയ്യും? ക്രാക്ക് ഡെവലപ്പ് ചെയ്തിട്ട് ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യും. സോ ആ ടെൻഷൻ സോണിലെ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. സൈഡ് ഫേസസിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മെയിനായിട്ടും നമ്മുടെ വെബിൻ്റെ ഡെപ്ത് 750 mm കൂടുതലാവുന്ന കേസിലാണ് നമ്മൾ ഈ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡെപ്ത് ഓഫ് ദി വെബ് എത്രയിൽ കൂടുതലാകുമ്പോഴാണ് നമ്മൾ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്? 750 mm. അതൊന്ന് ബൈഹാർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഡെപ്ത് ഓഫ് ദ ബീം 750 mm കൂടുതലാണെങ്കിൽ നമ്മൾ സൈഡിൽ, ആ വെബിൻ്റെ സൈഡിൽ കൂടെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. സോ അതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 0.1% ഓഫ് വെബിൻ്റെ ഏരിയ. വെബിൻ്റെ ഏരിയയുടെ 0.1% ആണ് നമ്മൾ ഈ സൈഡ് ഫേസിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ രണ്ട് സൈഡിലും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഒരേ റീഇൻഫോഴ്സ്മെൻറ്റ് തന്നെ ഈക്വലായിട്ടായിരിക്കും രണ്ട് സൈഡിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇടയിലുള്ള സ്പേസിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സ്പേസിങ് എന്ന് പറയുന്നത് ഒന്നുകിൽ 300 mm ഓർ വിഡ്ത്ത് ഓഫ് ദി വെബ്. ഇത് രണ്ടിലും മിനിമം ആയിരിക്കും. 300 mm അല്ലെങ്കിൽ വെബിൻ്റെ വിഡ്ത്ത്, ഇത് രണ്ടിലും മിനിമം വാല്യൂ ആണ് നമ്മൾ ഈ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇടയിലുള്ള സ്പേസിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് IS 456 ക്ലോസ് 26.5.1.3 കൊടുത്തിരിക്കുന്നത് സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ്. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ഏരിയ ഓഫ് ദ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് 0.1% ഓഫ് വെബ് ഏരിയയുടെ 0.1% ആണ്. സോ നമ്മുടെ ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: അക്കോർഡിംഗ് ടു വിറ്റ്നസ് തിയറി, ദ മാക്സിമം ഡെപ്ത് ഓഫ് കോൺക്രീറ്റ് സ്ട്രെസ് ബ്ലോക്ക് ഇൻ എ ബാലൻസ്ഡ് RCC ബീം സെക്ഷൻ ഓഫ് ഡെപ്ത് D ഈസ്. ഓപ്ഷൻസ് A 0.3D, B 0.43D, C 0.5D and D 0.53D.
സോ വിറ്റ്നേഴ്സ് തിയറിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതധികം ചോദിച്ച് കണ്ടിട്ടില്ല ഈ ക്വസ്റ്റ്യൻ, പക്ഷേ ഇത് പ്രീവിയസ് ഇയർ SSCയുടെ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കോൺക്രീറ്റ് അറിയണം. സോ ഇതാണ് അതിൻ്റെ ഫിഗർ, സ്ട്രെസ് സ്ട്രെയിൻ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കോൺക്രീറ്റിൻ്റെ ഫിഗർ. സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ മാക്സിമം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ 0.0035 കോൺക്രീറ്റിൽ, സ്റ്റീലിൻ്റെ മാക്സിമം സ്ട്രെയിൻ 0.002 + 0.87 FY/ES ആണ്. ദെൻ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുമ്പോൾ 0.002 എന്ന് പറയുന്ന സ്ട്രെയിൻ വാല്യൂ വരെ അത് പരാബോളിക്കും, അത് കഴിഞ്ഞ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് നമ്മുടെ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം വരുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഞാൻ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഓഫ് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം കിട്ടിയത് എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. വിറ്റ്നേഴ്സ് തിയറിയുടെ മെയിൻ അസംഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അൾട്ടിമേറ്റ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് 0.3% ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അൾട്ടിമേറ്റ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു 0.3%. ഈ തിയറം അനുസരിച്ചിട്ട് നമ്മുടെ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം, നമ്മുടെ ആക്ച്വൽ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്, അതിൽ ആക്ച്വലി ഒരു പരാബോളിക്കും ഒരു റെക്ടാങ്കുലർ സെക്ഷനുമാണ്, അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു റെക്ടാങ്കുലർ സെക്ഷനാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ റെക്ടാങ്കുലർ സെക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ആക്ച്വൽ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ സെയിം ഏരിയ തന്നെയായിരിക്കും, അതുപോലെ അതിൻ്റെ സെയിം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി തന്നെയായിരിക്കും ഈ റെക്ടാങ്കുലർ സെക്ഷനും വരുന്നത്. ഇവിടെ ഡെപ്ത് ഓഫ് ദി സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം, വിറ്റ്നേഴ്സ് തിയറിയുടെ ഡെപ്ത് ഓഫ് സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം IS 456 അനുസരിച്ചിട്ട് എയുടെ വാല്യൂ 0.43D ആണ്. ബട്ട് വിറ്റ്നേഴ്സ് തിയറി അനുസരിച്ചിട്ട് സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 0.573D. വിറ്റ്നേഴ്സ് തിയറിയുടെ റെക്ടാങ്കുലർ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ ഡെപ്ത് 0.573D ആണ്. രണ്ട് കേസിലും അതിൻ്റെ ഏരിയ, അതായത് ആക്ച്വൽ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ ഏരിയയും വിറ്റ്നേഴ്സ് തിയറിയുടെ റെക്ടാങ്കുലർ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ ഏരിയ സെയിം ആണ്, അതുപോലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെയിം ആണ് എന്നുള്ളതാണ്. ടെസ്റ്റിൽ ചോദിച്ചിരിക്കുന്ന മാക്സിമം ഡെപ്ത് ഓഫ് കോൺക്രീറ്റ് സ്ട്രെസ് ബ്ലോക്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷനിൽ 0.53D അതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ സൈസ് ഓഫ് പാനൽ ഇൻ എ ഫ്ലാറ്റ് സ്ലാബ് ഈസ് 6x6, then as per Indian Standard Code, the width of the column strip and middle strip are option A 3 and 1.5 meter, B 1.5 and 3 meter, C 3 and 3 meter, and D 1.5 and 1.5 meter. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫ്ലാറ്റ് സ്ലാബ് എന്താണെന്ന് നോക്കാം. അതായത് ഇവിടെ സ്ലാബ് ഈസ് ഡയറക്ട്ലി സപ്പോർട്ടഡ് ടു കോളം. ലോഡ് നമ്മുടെ സ്ലാബിൽ നിന്ന് ഡയറക്ട്ലി കോളത്തിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവിടെ നമ്മൾ ബീംസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, സ്ലാബിനൊരു സപ്പോർട്ടായിട്ട് ബീംസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ദാറ്റ് ടൈപ്പ് ഓഫ് സ്ലാബ് ഇസ് കോൾഡ് ഫ്ലാറ്റ് സ്ലാബ്. ഫ്ലാറ്റ് സ്ലാബിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ കോളം ഹെഡ് എന്താണ്, പിന്നെ രണ്ടാമത്തത് ഡ്രോപ്പ് പാനൽ. ക്യാപിറ്റൽ അല്ലെങ്കിൽ കോളം ഹെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എൻലാർജ്ഡ് ഹെഡ് പ്രൊവൈഡഡ് ഇൻ ദി കോളം. കോളത്തിലുള്ളൊരു എൻലാർജ്ഡ് ആയിട്ടുള്ള ആ പോർഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ അല്ലെങ്കിൽ കോളം ഹെഡ് എന്ന് പറയുന്നത്. പിന്നെ ചോദിക്കുന്നതാണ് ഡ്രോപ്പ് പാനൽ. ഡ്രോപ്പ് പാനൽ ചില ഫ്ലാറ്റ് സ്ലാബിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ചിലതിൽ പ്രൊവൈഡ് ചെയ്യാറില്ല. അപ്പോൾ ഡ്രോപ്പ് പാനൽ എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ പോർഷനാണ് എബവ് ദി കോളം. സ്ലാബ് റപ്ചർ ചെയ്യാതിരിക്കാനായിട്ട് മെയിനായിട്ട് സഹായിക്കുന്നത് ഈ ഡ്രോപ്പ് പാനലാണ്. ചില ഫ്ലാറ്റ് സ്ലാബിൽ ഇത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഫ്ലാറ്റ് സ്ലാബിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വിഡ്ത്ത് ഓഫ് ദി കോളം സ്ട്രിപ്പ് ആൻഡ് മിഡിൽ സ്ട്രിപ്പ് ആണ്. സോ കോളം സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഓൾവേസ് L/4 ആണ് അതിൻ്റെ ഫോമുല, ആൻഡ് മിഡിൽ സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ L/2 ആണ് ഫോമുല. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ L എന്ന് പറയുമ്പോൾ 6 ആണ്. സോ കോളം സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് 6/4 1.5 മീറ്റർ എന്ന് കിട്ടും. മിഡിൽ സ്ട്രിപ്പിൻ്റെത് 6/2 3 മീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ ബി 1.5 and 3 മീറ്റർ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Percentage of steel for balanced design of a singly reinforced rectangular section by limit state method depends on characteristic strength of concrete, yield strength of steel, C modulus of elasticity of steel, D geometry of the section. The options are given. ഇവിടെ ക്വസ്റ്റ്യനിലെ മിനിമം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ IS കോഡ് അനുസരിച്ചിട്ട് IS 456 ക്ലോസ് 26.5.1.1 പറയുന്ന അനുസരിച്ചിട്ട് മിനിമം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലിൻ്റെ ഫോമുല ഇതാണ്. ഏരിയ ഓഫ് സ്റ്റീൽ ഡിവൈഡഡ് ബൈ B ഇൻറ്റു D ഇസ് ഈക്വൽ ടു 0.85 ഡിവൈഡഡ് ബൈ FY. ഇവിടെ FY എന്ന് പറയുന്നത് ഈൽഡ് സ്ട്രെങ്ത് ഓഫ് ദ സ്റ്റീലാണ്. അപ്പോൾ ഇവിടെ ഈ ഫോമുലയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഏരിയ ഓഫ് ദ സ്റ്റീൽ ഏത് ഫാക്ടറിനെയാണ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഈൽഡ് സ്ട്രെങ്ത് ഓഫ് സ്റ്റീലിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ തന്നിരിക്കുന്നതിൽ ബി മാത്രം, അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ. ഉള്ളി ബി എന്നുള്ള ഓപ്ഷനാണ്. ഈൽഡ് സ്ട്രെങ്ത് ഓഫ് സ്റ്റീലിനെ മാത്രമാണ് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഫോർ കോൺക്രീറ്റ് ഇംപ്രൂവ്സ് ബൈ ഓപ്ഷൻസ് എ ഷോർട്ടർ ക്യൂറിംഗ് പീരീഡ്, ബി ഏജ്, സി ഹയർ വാട്ടർ സിമെൻറ്റ് റേഷ്യോ, ആൻഡ് ഡി ഓൾ ഓപ്ഷൻസ് ആർ കറക്റ്റ്. സോ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി തന്നെ നമുക്ക് ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നും ലോങ് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നും രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ ഇതാണ് 5000 √FCK. ആൻഡ് ലോങ് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു
ഇ ഡിവൈഡ് ബൈ 1 പ്ലസ് തീറ്റ. ഇ എന്ന് പറയുന്നത് ഷോർട്ട് ടേമിലെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. തീറ്റ ഈസ് ക്രീപ്പ് കോഎഫിഷ്യൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ഇലാസ്റ്റിക് സ്ട്രെയിൻ. ആ വാല്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് കൂടുന്നതനുസരിച്ചിട്ടാണ് തീറ്റയുടെ വാല്യൂ വേരി ചെയ്യുന്നത്. 7 ഡേയ്സിലാണെങ്കിൽ തീറ്റയുടെ വാല്യൂ 2.2 ആണ്, 28 ഡേയ്സിലാണെങ്കിൽ 1.6 ആൻഡ് 1 ഇയറിലാണെങ്കിൽ അതിൻ്റെ വാല്യൂ 1.1 ആണ്. സോ ഇവിടെ നമുക്ക് മനസ്സിലായി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ചിട്ട് കൂടുന്നുണ്ട്. അതുപോലെ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എങ്ങനെയാണ്, അത് ഏജ് അതായത് ടൈം കൂടുന്നതനുസരിച്ചിട്ടാണ്. ഇപ്പോൾ 7 ഡേയിലുള്ള സ്ട്രെങ്ത് അല്ല 28 ഡേയിൽ, 1 ഇയർ ആകുമ്പോൾ അത് സ്ട്രെങ്ത് വേരി ചെയ്യുന്നുണ്ട്. സോ ടൈം അല്ലെങ്കിൽ ഏജിനനുസരിച്ചിട്ടാണ് സ്ട്രെങ്ത് കൂടുന്നത്. സോ അതനുസരിച്ചിട്ട് തന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതായിരുന്നു. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഫോർ കോൺക്രീറ്റ് ഇംപ്രൂവ്സ് ബൈ അതിൻ്റെ ഏജ് എന്നുള്ള ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുമ്പോഴാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ആവുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. സോ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ അടുത്ത ക്ലാസ് SSC JEയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരുന്നത് റെയിൽവേ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.